നമസ്കാരം. അക്രമകാരികളായ മൃഗങ്ങളെ കൊല്ലാൻ അനുമതി നൽകുന്ന ബില്ലിന് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. കേന്ദ്ര നിയമത്തിൽ ഭേദഗതി ലക്ഷ്യമിട്ടാണ് ബിൽ. തിങ്കളാഴ്ച ആരംഭിക്കുന്ന സഭാ സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കും. വനനിയമത്തിലെ ഭേദഗതി ബില്ലിനും അംഗീകാരം നൽകിയിട്ടുണ്ട്. സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലെ ചന്ദനമരം വനംവകുപ്പ് അനുമതിയോടെ മുറിക്കാം. വനം എക്കോ ടൂറിസം ബോർഡ് ബില്ല് മാറ്റിവെച്ചു. ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്ന അക്രമകാരികളായ മൃഗങ്ങളെ പ്രത്യേക സാഹചര്യത്തിൽ വെടിവെച്ച് കൊല്ലാൻ വരെ അനുമതി നൽകുന്ന തരത്തിലാണ് ബില്ല് തയ്യാറാക്കിയിരിക്കുന്നത്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് തന്നെ ഇതിന് ഉത്തരവിടാൻ കഴിയും. 1972 വന്യജീവി സംരക്ഷണ നിയമത്തിനാണ് സംസ്ഥാന സർക്കാർ ഭേദഗതി കൊണ്ടുവരുന്നത്. കേന്ദ്ര നിയമമുള്ളതിനാൽ സംസ്ഥാന സർക്കാരിന്റെ നീക്കം നിലനിൽക്കുമോ എന്ന കാര്യം സംശയമാണ്. കേന്ദ്ര നിയമത്തിൽ ഭേദഗതി സംസ്ഥാനത്ത് കൊണ്ടുവരണമെങ്കിൽ രാഷ്ട്രപതിയുടെ അനുമതി വേണം. കഴിഞ്ഞ ഫെബ്രുവരി വരെയുള്ള കണക്കുകളനുസരിച്ച് കാട്ടാന ആക്രമണത്തിൽ മാത്രം കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ 180 ജീവനുകളാണ് സംസ്ഥാനത്ത് പൊലിഞ്ഞത്. വന്യജീവി ആക്രമണങ്ങളിൽ നിയമം നടപ്പാക്കുന്നതിൽ പ്രായോഗിക പ്രശ്നമുണ്ടെങ്കിലും മലയോര ജനതയെ ഒപ്പം നിർത്തുകയാണ് സർക്കാർ ബില്ലിലൂടെ ലക്ഷ്യമിടുന്നത്. കൂടുതൽ വനമേഖലയും വനത്തോടനുബന്ധിച്ച് ജനസാന്ദ്രതയേറിയ പ്രദേശങ്ങളും ഉള്ളതിനാൽ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾക്ക് അധികം ഇരയാകുന്ന സംസ്ഥാനമാണ് കേരളം. വർഷം ശരാശരി 40-ലേറെ പേർ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് പിണറായി സർക്കാർ നിയമ ഭേദഗതിക്ക് തീരുമാനിക്കുന്നത്. കാട്ടുപന്നി, കുരങ്ങ് തുടങ്ങി വൻതോതിൽ പെറ്റുപെരുകുന്ന വന്യജീവികളെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാനുള്ള അധികാരം ഏറ്റെടുക്കുന്നതായും പുതിയ നിയമത്തിൽ സൂചനയുണ്ട്. ഇവയെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കാൻ കേന്ദ്ര സർക്കാർ വിസമ്മതിച്ച സാഹചര്യത്തിൽ കൂടിയാണ് സംസ്ഥാന സർക്കാരിന്റെ നീക്കം.